ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഓക്കെ, നമ്മൾ അത്ഫ് ചെയ്യുന്ന അക്ഷരങ്ങളെ കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത്. അത്ഫ് ചെയ്യുന്ന അക്ഷരങ്ങൾ 10 അക്ഷരമുണ്ട് നമ്മൾ പറഞ്ഞു. വാവ്, ഫാ, സുമ്മ, ഔ, ല, ബൽ, അം, ഹത്ത, ലാക്കിൻ, ഇമ്മ. ഓക്കെ, അങ്ങനെ 10 ഉണ്ട്. അതെങ്ങനെയൊക്കെയാണ് ചെയ്തു വരിക എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അവകളുടെ മീനിങ്ങിലുള്ള, കൂടുതലും വരുന്ന അത്ഫിന്റെ ലെറ്ററുകളിൽ വരുന്ന മീനിങ്ങിലുള്ള ചെറിയ ഡിഫറൻസ് ആണ് പറയാൻ പോകുന്നത്. ഫസ്ലുൻ ഒരു ചെറിയ അധ്യായമാണ്. ഞാനതിൻ്റെ ആശയം പറയാൻ ആദ്യം. ജാഅനി സൈദുൻ വ അംറുൻ. നിങ്ങൾ കാണുന്നുണ്ടാവും. ജാഅനി എൻ്റെ അടുക്കൽ വന്നു, സൈദുൻ സൈദുൻ വന്നു, വ അംറുൻ അംറും വന്നു. ഇവിടെ 2 പേരും വന്നു എന്ന ഒരു അർത്ഥമാണ് കിട്ടുക. ആദ്യം ആര് വന്നു എന്നോ, അല്ലെങ്കിൽ ഒരാൾ വന്നതിന് ശേഷം കുറേ കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ഉടനെയാണ് മറ്റേ ആൾ വന്നു എന്നോ ഒന്നും അർത്ഥം കിട്ടൂല. ഇവിടെ എന്താ അർത്ഥം? സൈദും അംറും വന്നു. ചിലപ്പോ അംർ ആവാം ആദ്യം വന്നത്, ചിലപ്പോൾ സൈദാവാം ആദ്യം വന്നത്. വരിക എന്ന് പറയുന്ന പ്രവർത്തനം 2 പേരിൽ നിന്നും ഉണ്ടായി എന്നാണ് അർത്ഥം വരിക. ഇനി നോക്കണേ, അടുത്ത ഉദാഹരണം നോക്ക് നിങ്ങൾ. ജാഅനി സൈദുൻ ഫഅംറുൻ. എൻ്റെ അടുക്കൽ സൈദും ഉടനെ അംറും വന്നു. അപ്പൊ ഇവിടെ സൈദിന് ശേഷമാണ് അംറ് വന്നത്. ആദ്യം വന്ന ആൾ സൈദാണ്. ഫ എന്നതുകൊണ്ട് അത്ഫ് ചെയ്തപ്പോൾ ആദ്യം വന്നത് സൈദാണ്. അതുപോലെ വന്നതിന് തൊട്ടുടനെ തന്നെ അല്പസമയം കഴിഞ്ഞേക്ക് തന്നെ ആരും വന്നിട്ടുണ്ട്, ഒരുപാട് സമയം വൈകാതെ അംറും വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു അർത്ഥം കിട്ടും. ഇനി നോക്കണേ അടുത്തത്. ജാഅനി സൈദുൻ സുമ്മ അംറുൻ. ഇവിടെ സുമ്മ കൊണ്ടാണ് അത്ഫ്. ഇവിടെയും തർത്തീബ് കിട്ടും. ആദ്യം സൈദാണ് വന്നത്, പിന്നെ അംറും വന്നു എന്നാണ് എൻ്റെ അർത്ഥം. പിന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് വന്നു, ഉടനെ വന്നിട്ടില്ല. സൈദ് വന്നു, അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ, കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അംറും വന്നു. ഈ 3 അത്ഫിൻ്റെ ലെറ്റർ കൊണ്ടുമുള്ള വ്യത്യസ്തങ്ങളാകുന്ന മീനിങ്ങുകളെ കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത് പറഞ്ഞപ്പോൾ അവിടെ സൈദും അംറും വന്നു. അവിടെ ഒരുപക്ഷെ ആദ്യം അംറാവാം വന്നത്, അല്ലെങ്കിൽ സൈദാവാം. 2 പേരിൽ നിന്നും വരലുണ്ടായിട്ടുണ്ട് എന്നാണ് അവിടെ കിട്ടുക. രണ്ടാമത് പറഞ്ഞുകൊടുത്ത് സൈദും ഫ അംറുൻ, ഫ എന്നതുകൊണ്ട് അത്ഫ് ചെയ്തപ്പോൾ സൈദ് വന്നു, ശേഷമാണ് അംറ് വന്നത്. ആദ്യം അംറല്ല വന്നിട്ടുള്ളത്, സൈദാണ് വന്നിട്ടുള്ളത്. ശേഷം അംറ് വന്നു. പക്ഷെ അധികം വൈകാതെ പെട്ടെന്ന് തന്നെ, ഉടൻ തന്നെ ആരും വന്നു, അംറും വന്നു. മൂന്നാമത്തെ സ്ഥലത്ത് ജാഅനി സൈദുൻ സുമ്മ അംറുൻ, സുമ്മ കൊണ്ട് അത്ഫ് ചെയ്ത സ്ഥലത്ത് സൈദ് വന്നു, ശേഷം തന്നെയാണ് അംറും വന്നത്. പക്ഷേ ഉടനെയല്ല, അല്പം വൈകിയിട്ടാണ് അംറ് വന്നിട്ടുള്ളത് എന്ന ഒരു മീനിങ് ലഭിക്കും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? എവിടെ ഫൈസ? ഷംന. യെസ്. അപ്പൊ നോക്കാം. ഇനി എളുപ്പമാണ്. ഇതാ നോട്ട് ചെയ്യേണ്ടതിൽ. ഫസ്ലുൻ വൽ വാവു. വാവ് എന്നത്
അത്തുഫിൻ്റെ അക്ഷരമായ വാവ് തഖ്തളി അത് തേടുന്നതാണ്, അലിഷ്തിറാക്ക പങ്കാവലിനെ തേടും. ഉദാഹരണത്തിൽ സെയ്ദും അംറും വരുക എന്ന വിഷയത്തിൽ പങ്കായിട്ടുണ്ട്, പങ്കുകാരായിട്ടുണ്ട് എന്നതിനെ തേടും. ദൂന തെർത്തീബി തെർത്തീബിനെ കൂടാതെ. തെർത്തീബ് ഉണ്ടാവില്ല, ഒന്നിന് ശേഷം ഒന്ന് ക്രമപ്രകാരം വന്നു എന്നൊന്നും അർത്ഥം കിട്ടൂല. അവിടെ എന്തേ ഉണ്ടാവുള്ളൂ, രണ്ടു പേരിൽ നിന്നും വരുക എന്ന പ്രവർത്തനം ഉണ്ടായിട്ടുണ്ട്, രണ്ടുപേരും വരുന്ന വിഷയത്തിൽ പങ്കുകാരായിട്ടുണ്ട് എന്ന മീനിങ് ആണ് വാവ് തേടുക. വൽ ഫാഉ ഫാഓ തഖ്തളി അത് തേടും, അത്തർത്തീബ തർത്തീബിനെ തേടും, ബിഗൈരി മുഹ്ലത്തിൻ കാലതാമസമില്ലാതെ. മുഹ്ലത്ത് എന്ന് പറഞ്ഞാൽ കാലതാമസം, കാലതാമസമില്ലാതെ, അതായത് ഉടനെ തന്നെ എന്തുണ്ടാവും, ഇതും സംഭവിച്ചിട്ടുണ്ടാവും. അംറിൻ്റെ വരലും സെയ്ദിൻ്റെ വരുന്ന ഉടനെ തന്നെ സംഭവിച്ചു. സുമ്മ സുമ്മയോ തഖ്തളി അത് തേടും, തർത്തീബ തർത്തീബിനെ തന്നെ തേടും, മഅൽ മുഹ്ല മറ്റോടത്ത് ബിഗൈരി മുഹ്ല എന്ന് പറഞ്ഞു, ഇവിടെ ബിഗൈരി മുഹ്ല, ഇവിടെ മഅൽ മുഹ്ല വിത്ത് ഉണ്ടാവും, വിത്ത് എന്നർത്ഥം. മറ്റേത് വിത്തൗട്ട് മുഹ്ല, ഇത് വിത്ത് മുഹ്ല, കാലതാമസത്തോട് കൂടെ, വൈകലോട് കൂടെയുള്ള തർത്തീബിനെ തേടും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. ഇനി നോക്കണേ. തഖൂലു നീ പറയും, ജാഅനി സെയ്ദുൻ വ അംറുൻ, ജാഅനി സെയ്ദുൻ വ അംറുൻ എന്ന് പറയും. വയജൂസു അനുവദനീയമാണ്, അയ്യക്കൂന ആവൽ, മജീഉ അംറിൻ അംറിൻ്റെ വരവ് ആകൽ അനുവദനീയമാണ്. അംറ് വരുന്നത്, ആവൽ അംറ് വരുന്നത്, സംഭവിക്കൽ അനുവദനീയമാണ്. ഖബ്ല മജീഇ സെയ്ദിൻ സെയ്ദ് വരുന്നതിനു മുമ്പ്, രണ്ടാമത് അംറ പറഞ്ഞത്, ആ അംറ് വരുന്നത്, അത് തന്നെ സെയ്ദ് വരുന്നതിന് മുമ്പ് അംറ് വരുന്നത്, ആവൽ സംഭവിക്കൽ അനുവദനീയമാണ്. അതിനേതാ തെളിവ് പറയാണ്? ഖാലല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു, വസ്ജുദീ നീ സുജൂദ് ചെയ്യണം, വർക്കഈ നീ റുകൂഉം ചെയ്യണം. സുജൂദിന് ശേഷമല്ലല്ലോ റുകൂഉ, റുകൂഉ കഴിഞ്ഞിട്ടല്ലേ സുജൂദ്. അപ്പോൾ വസ്ജുദീ വർക്കഈ മഅർ റാക്കിഈൻ, വസ്സുജൂദു സുജൂദ് ബഅദർ റുകൂഇ റുകൂഇന് ശേഷമാണ്. അപ്പോൾ റുകൂഉ എന്നുള്ളത് രണ്ടാമതാ പറഞ്ഞത്, അപ്പോൾ വാവ് കൊണ്ടാണ് അത്ഫ് ചെയ്തത്. അപ്പം അവിടെ രണ്ടാമത് പറഞ്ഞത് മഅ്തൂഫ് അലൈഹിക്ക് മുമ്പ് സംഭവിക്കാൻ ഉണ്ടാവാൻ പറ്റും. ക്ലിയറാണോ? ഫൈസ, ഷംന, യെസ്. ഇവിടെ വാവ് അത്ഫിൻ്റെ അക്ഷരം, അംറ് മഅ്തൂഫ്, ഈ സെയ്ദ് മഅ്തൂഫ് അലൈഹി, സെയ്ദ് മഅ്തൂഫ് അലൈഹി. അതേപോലെ വസ്ജുദി വർക്കഈ വാവ് അത്ഫ്, ഇർക്കഈ എന്നുള്ളത് മഅ്തൂഫ്, ഉസ്ജുദി എന്നുള്ളത് മഅ്തൂഫ് അലൈഹി. അപ്പോൾ മഅ്തൂഫ് അലൈഹിക്ക് മുൻപ് സംഭവിക്കൽ അനുവദനീയമാണ്. സെയ്ദ് വരുന്നതിന് മുമ്പ് അംറ് വരൽ അനുവദനീയമാണ്. അങ്ങനെ ഉണ്ടായാലും ഇതേപോലെ വാവ് ഇട്ടാണ് നമ്മൾ പറയുക. അപ്പോൾ വാവിൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി വതഖൂലു നീ പറയും, ജാഅനി സെയ്ദുൻ ഫഅംറുൻ, ജാഅനി സെയ്ദുൻ ഫഅംറുൻ. അവിടെയോ? അവിടെ നോക്കണേ, വലാ യജൂസു, മേലെ വയജൂസു എന്ന് പറഞ്ഞു, മേലെന്താ പറഞ്ഞത്? വയജൂസു. ഇവിടെ വലാ യജൂസു
അനുവദനീയമല്ല. അയ്യകൂന മജീഉ അംറിൻ, അംർ വരൽ അനുവദനീയമല്ല. ഇല്ലാ ബഅദ മജീഇ സൈദിൻ, സെയ്ദ് വന്നതിനു ശേഷമല്ലാതെ. സെയ്ദ് വന്നതിനു ശേഷം മാത്രമേ അംർ വരൽ പറ്റൂ. ഇവിടെ ബിഗൈരി മുഹ്ലത്തിൻ, ഒരു കാലതാമസവും കൂടാതെ. ഒരു കാലതാമസവും കൂടാതെ സെയ്ദ് വന്നതിനു ശേഷം മാത്രമേ അംർ ഇവിടെ വന്നു എന്ന് പറയാൻ പറ്റൂ, അല്ലാതെ പറ്റൂല. ഓക്കെ, ക്ലിയർ അല്ലേ? എവിടെ? വതഖൂലു ജാഅനി സൈദുൻ സുമ്മ അംറുൻ വലാ യജൂസു, അനുവദനീയമല്ല. അയ്യകൂന മജീഉ, ഇവിടെയും വലാ യജൂസു എന്നാണ്. അയ്യകൂന മജീഉ അംറിൻ, അംർ വരുന്നത് സംഭവിക്കൽ, അംർ വരുന്നതുണ്ടാവൽ അനുവദനീയമല്ല. ഇല്ലാ ബഅദ മജീഇ സൈദിൻ, സെയ്ദ് വന്നതിനു ശേഷമല്ലാതെ. മഅ മുഹ്ലത്തിൻ, മറ്റോർത്ത് ബിഗൈരി മുഹ്ലത്തിൻ, ഇവിടെ മഅ മുഹ്ലത്തിൻ, മുഹ്ലത്തോടുകൂടെ, കാലതാമസത്തോടുകൂടെ. മറ്റോർത്ത് ബിഗൈരി മുഹ്ലത്തിൻ, കാലതാമസമില്ലാതെ. ക്ലിയറല്ലേ? അപ്പം നമ്മളിപ്പോൾ പറഞ്ഞത് അത്ഫ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ പറഞ്ഞു നോക്ക്, ഇതാ അൽവാവു തഖ്തലി അത്തർത്തീബ, അത് ചേരുമ്പടി ചേർക്കാനാണ്. വാവ് തഖ്തലി അത്തർത്തീബ ബിഗൈരി മുഹ്ലത്തിൻ എന്നാണോ, അത്തർത്തീബ മഅൽ മുഹ്ലത്തി എന്നാണോ, അൽ ഇസ്തിറാഖ ദൂന തർത്തീബി എന്നാണോ? ഇതിലേതാ വരിക? യെസ്, ഇതാണ് വരിക. അടുത്തത് അൽ ഫാഉ തഖ്തലി അത്തർത്തീബ ബിഗൈരി മുഹ്ലത്തിൻ എന്നാണോ, മഅൽ മുഹ്ലത്തി എന്നാണോ? ഫാ കാലതാമസം ഇല്ലാതെയാണ്. പിന്നെ ഇത് ഇപ്പോൾ ഏതാ? സുമ്മ തഖ്തലി അത്തർത്തീബ മഅൽ മുഹ്ലത്തി എന്ന് ചേരുമ്പടി. ഇതൊരു ഇതാട്ടോ, ഇതിൻ്റെ അർത്ഥം പറയാനാണ്. മഅതൂഫും മഅതൂഫ് അലൈഹിയും കണ്ടുപിടിക്കാനും അതിൻ്റെ അർത്ഥം പറയാനാണ്. ജാഅ സാലിമുൻ വ മുഹ്സിനുൻ, സാലിമും മുഹ്സിനും വന്നു. ഇലൽ വാലിദി, ഉപ്പയുടെ അടുത്തേക്ക് വന്നു. ഫസല്ലമാ അലൈഹി, രണ്ടുപേരും ഉപ്പാന്റെ മേല് സലാം പറഞ്ഞു. ഫഖാല, അവർ രണ്ടുപേരും പറഞ്ഞു, ഐന തുരീദു, എവിടേക്കാണ് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത്? ജദ്ദത്ത ഔ മക്കത്ത, ജദ്ദയിലേക്കാണോ മക്കയിലേക്കാണോ? ഖാലൽ വാലിദു, വാലിദ് പറഞ്ഞു, പാപ്പ പറഞ്ഞു, അദ്ഹബു ഇലാ ജദ്ദത്ത, ഞാൻ ജദ്ദയിലേക്ക് പോകുന്നു. ഫമക്കത്ത, ഉടൻ മക്കയിലേക്ക് പോകും. സുമർ റിയാവ, പിന്നെ റിയാവിലേക്കും പോകും. ഫഖാല സാലിം, അതുരീദു സിയാറത്ത അമി തിജാറത്ത, സിയാറത്താണോ അല്ല കച്ചവടമാണോ ഉദ്ദേശിക്കുന്നത്? ഖാലൽ വാലിദു, ഉപ്പ പറഞ്ഞു, അസിയാറത്ത ലത്തിജാറത്ത, ഞാൻ സിയാറത്താണ് ഉദ്ദേശിക്കുന്നത്, കച്ചവടമല്ല. ഇനി അസൂറു അന
വസ്വദീഖി അൽ മിസ്രിയു. അസൂറു അന എന്ന് പറഞ്ഞല്ലോ. അസൂറു എന്നുള്ളതിൽ അന എന്നുള്ളൊരു ലമീർ ഉണ്ടാവും. ആ ലമീറിൻ്റെ മേലെ അത്തഫ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അതിലുള്ള ലമീറിനെ പുറത്തു കൊണ്ടുവരണം. അപ്പം ഞാനും എൻ്റെ കൂട്ടുകാരനും അൽ മിസ്രിയു, മിസ്രിയായ എൻ്റെ കൂട്ടുകാരനും സിയാറത്ത് ചെയ്യും ബിലാദ സഊദിയ, സൗദി നാട് സിയാറത്ത് ചെയ്യും. എന്താ എത്ര ക്ലാസ്? ഹത്ത ത്വായിഫ, ത്വായിഫ് വരെ, ത്വായിഫും ചെയ്യും. ലാ ഉഖീമു ഹുനാക കസീറൻ, ഞാൻ അവിടെ ധാരാളം താമസിക്കുകയില്ല. ബൽ ഷഹ്റൻ, മറിച്ച് ഒരു മാസമാണ് താമസിക്കുക. ഇൻ അജാസൂനി വസ്വദീഖി അൽ ഇഖാമത്ത, അവർ എന്നെയും എൻ്റെ സഹോദരനും താമസം അനുവദിച്ച് തന്നാൽ, അവിടെ നിൽക്കുന്നതിന് താമസം നിൽക്കാൻ വേണ്ടി താമസം ചെയ്തു തന്നാൽ ഞാൻ എന്ത് ചെയ്യും? കുറേ നിൽക്കൂല, ഒരു മാസം അവിടെ നിൽക്കും. അപ്പം ഇവിടെ അത്തുഫിൻ്റെ അക്ഷരങ്ങൾ കുറേ ഉണ്ട്. ഇതിലേതാ അത്തുഫിൻ്റെ അക്ഷരം ഈ സെന്റൻസിൽ? ഫസ്റ്റ് സെന്റൻസിൽ വാവ്. അതിൻ്റെ മീനിങ് സാലിമും മുഹ്സിനും വന്നു. അവിടെ ഒരു പക്ഷേ രണ്ടുപേരും ഒപ്പം പോയതാവാം, അല്ലെങ്കിൽ മുഹ്സിൻ ആദ്യം പോയതാവാം, അല്ലെങ്കിൽ സാലിം പോയിട്ട് കുറേ കഴിഞ്ഞിട്ട് മുഹ്സിൻ വന്നതാവാം, അങ്ങനെയൊക്കെ ആവാം. പിന്നെ ഇവിടെ ഫസല്ലമ അലൈഹി അതിലുണ്ടാവും. അപ്പോൾ ജാ എന്നുള്ള കൊടുക്കണം അത്ഫ് കേട്ടോ. ഇഫ എന്നുള്ളതിൽ ഇഫ അത്ഫ്. അവർ ചെന്നു, ഉടൻ സലാം പറഞ്ഞു. എന്നാൽ ഉടനെ തന്നെ പറയണല്ലോ, കുറേ കഴിഞ്ഞിട്ടല്ലോ പറയുന്നത്. അപ്പോൾ ഫ ഉടൻ സലാം പറഞ്ഞു. ഫഖാല അവിടെയും ഉണ്ട് അല്ലേ, ഇവിടെയും ഫ ഉണ്ട്. ഉടൻ അവർ പറയുകയും ചെയ്തു. ഐന തുരീദു, എവിടേക്ക് പോകുന്നു? ജദ്ദത്ത ഔ മക്കത്ത, ഇതിലുണ്ടോ? ജദ്ദത്ത ഔ മക്കത്ത, ഔ എന്നുള്ളത്. ഓക്കെ, ഔ എന്നുള്ളത് ജിദ്ദയിലേക്കാണോ അല്ല മക്കയിലേക്കാണ്. അപ്പൊ ഔ എന്നുള്ളതിന്റെ അർത്ഥം രണ്ടാലൊന്ന് എന്ന് അർത്ഥം വരിക. ഖാലൽ വാലിദു, വാപ്പ പറഞ്ഞു, അദ്ഹബു ഉണ്ടോ, അദ്ഹബു ഇലാ ജദ്ദത്ത ഫമക്കത്ത സുമ്മ റിയാദ. ഇവിടെ ഫാണ്ട് അല്ലേ? ഫാന്ന് പറഞ്ഞാൽ ജദ്ദന്ന് വേഗം, ജിദ്ദയാണ് കേട്ടോ. ജിദ്ദക്ക് ജദ്ദ എന്നാണ് പറയാം. ജദ്ദയിൽ നിന്ന് വേഗം ഉടൻ തന്നെ മക്കയിലേക്ക് പോകും. മക്കയിൽ കുറച്ചു നേരം നിൽക്കും, എന്നിട്ട് സുമ്മ റിയാദ അവിടെ പോകും, പിന്നെ റിയാദിലേക്ക് പോകും. ഇവിടെ ഫ സുമ്മ. ഫഖാല സാലിം, അപ്പോൾ സാലിം ചോദിച്ചു, അതുരീദു സിയാറത്ത അമി തിജാറത്ത, അവിടെ ഉണ്ടോ? അം, അത് അന്നാണ്, അത് കൂട്ടി അതിന് ശേഷമുള്ളതിൽ അലിഫായതുകൊണ്ട് അതിന് കസ്ർ കൊടുത്താണ്. ഇത്തിക്കൗസാക്കിനു വന്നുകൊണ്ട് രണ്ട് സുക്കൂർ ഒരുമിച്ച് ഊന്ന് ബുദ്ധിമുട്ടായതുകൊണ്ട് കസ്ർ കൊടുത്താണ്. അപ്പം അം എന്ന് പറഞ്ഞാലും ഔ എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമാണ് കേട്ടോ. ഇവിടെ ഔ എന്ന് പറഞ്ഞില്ലേ, ഈ ഔവും ഈ അമ്മും ഒരേ അർത്ഥമാണ്. രണ്ടാലും സിയാറത്തിനെയാണോ അതല്ല തിജാറത്തിനെയാണോ ഉദ്ദേശിക്കുന്നത്? അപ്പൊ ഖാലൽ വാലിദു, വാപ്പ പറഞ്ഞു, അസിയാറത്ത ലത്തിജാറത്ത, സിയാറത്തിനെയാണ്, ലത്തിജാറത്ത തിജാറത്തിനല്ല. അതിലുണ്ടോ? ഇതിനെയാണ്, ഇതിനെ അല്ല എന്നുള്ളത്. അസൂറു അന വ സ്വദീഖി, ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ, ലമീറിലേക്ക് അസൂറു എന്നുള്ളതിൽ മുത്തസിൽ മർഫുവായ ലമീറിലേക്ക് ഈ സ്വദീഖ് എന്നുള്ളതിനെ അത്ഫ് ചെയ്യുമ്പോൾ അതിൽ മറിഞ്ഞു കിടക്കുന്ന ലമീറിനെ പുറത്തു കൊണ്ടുവരണം. അന എന്നിട്ട് പറയാൻ പറ്റും, അന വ സ്വദീഖി അൽ മിസ്രിയു, മിസ്റുകാരനായ ഈജിപ്തുകാരനായ എൻ്റെ കൂട്ടുകാരൻ ഞാനും സിയാറത്ത് ചെയ്യും. ബിലാദ സഊദിയ തി
ബിലാദ സുഊദിയത്തി ഹത്ത ത്വായിഫ. അവിടെ ഉണ്ടോ? ഹത്തുണ്ട്. ബിലാദ എന്നുള്ള ഹത്ത്. സൗദിയിലെ നാടുകളൊക്കെ ചെയ്യും. ഏതുവരെ? ത്വായിഫ് വരെ. ത്വായിഫും ചെയ്യും എന്നുള്ളത്. അപ്പോൾ ഇവിടെ നസ്ബ് ബിലാദ എന്നുള്ള നസ്ബാണ് ത്വായിഫ്. ലാ ഉഖീമു ഹുനാക കസീറൻ ബൽ ഷഹ്റൻ. അവിടെ ഉണ്ടോ? അല്ല അല്ല ബൽ അത്തഫിന്റെ അക്ഷരാണ്. കസീറായിട്ട് എന്ത് ചെയ്യില്ല, കൂടുതലും ഞാൻ താമസിക്കൂല, ഒരുപാടൊന്നും താമസിക്കൂല, മറിച്ച് എത്ര താമസിക്കാം? ഒരു മാസം താമസിക്കാം. അപ്പൊ ഇവിടെ അസിയാറത്തല തിജാറത്താണ്, അതിന്റെ നേരെ ഓപ്പോസിറ്റ് മീനിങ് അവിടെ വരിക. കസീറിൽ താമസിക്കൂല, ബൽ ഷഹറൻ, മറിച്ച് ഒരു മാസം താമസിക്കും. ഇവിടെ ബൽ മറിച്ച് എന്നുള്ള അർത്ഥം. ഇൻ അജാസൂനി വസ്വദീഖി. അവിടെ ഉണ്ടോ? അലിഖാമത്ത. അജാസൂനി വസ്വദീഖി. അവിടെ ഉണ്ടോ? അവർ എനിക്കും എൻ്റെ കൂട്ടുകാരനും സമ്മതം നൽകിയാൽ. അപ്പൊ അവിടെ അജാസു നീ മഫൂലാണ്, ഇവിടുക്കാണ് കേട്ടോ. അവർ സമ്മതം നൽകിയാൽ, എനിക്കും എൻ്റെ കൂട്ടുകാരനും അവർ അനുമതി നൽകിയാലാണ് ഞാൻ എന്ത് ചെയ്യുക. അവിടൊക്കെ നമ്മൾ നേരത്തെ പഠിച്ച അതേ രൂപത്തിൽ സുമ്മ ഫ ല ഔ വ അം. ഇതിലേതാന്ന് ഇവിടെ പൂരിപ്പിക്കാനാണ്. നോക്കാം. ഹളർന അൽ ഇജ്തിമാ, ഞങ്ങൾ മീറ്റിംഗിൽ ഹാജരായി. ഫസ്തഫൽ ഔലാദു ഡാഷ് അൽ ബനാത്ത്, ആൺകുട്ടികളും. ഏതാ വന്ന്? വാവാണോ? സുമ്മയാണോ? പണ്ട് കാലത്തുള്ള അസംബ്ലിയാണ്, ഇന്നത്തെ കാലത്തുള്ള അസംബ്ലി അല്ല. ഇന്നത്തെ കാലത്തൊക്കെ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ വേറെ ലൈനായിട്ടാണ് നിൽക്കുക. പണ്ട് ഓരോ ക്ലാസ്സിലെയും കുട്ടികൾ, ആദ്യം ആൺകുട്ടികൾ നിൽക്കും, പിന്നെ തൊട്ട് ബാക്കിലായിട്ടാണ് നിൽക്കും പെൺകുട്ടികൾ. അപ്പോൾ ഫസ്റ്റ് ഓഫ് അൽ ഔലാദു. അപ്പം എന്താ വരിക? ഫ വരും, സുമ്മല്ല. സുമ്മ പറഞ്ഞാൽ കുറേ കേട്ടാണ്. തൊട്ടുടനെ എന്ന് പറഞ്ഞാൽ കുറച്ചുടനെ. ഫ അൻഷദ്ന അന്നഷീദ് അൽ വത്തനിയ, അവർ ദേശീയ ഗാനം പാടി. ഡാഷ് നഷീദത്തെ തളറുവിൻ, പ്രാർത്ഥനാ ഗാനവും. അവിടെ എന്താ വരിക? അവിടെ സുമ്മ വരും. സുമ്മ നഷീദത്തെ പ്രാർത്ഥന. സുമ്മ വസ്സഅ മുദീറുൽ മദ്റസത്തി, മദ്രസന്റെ മാനേജർ വിതരണം ചെയ്തു. ഡാഷ് നായിബുഹു. ഇവിടെ എന്താ വരിക? മദ്രസന്റെ മാനേജറോ മദ്രസന്റെ നായിബോ? അതിന്റെ എന്താ പറയാ, നായിബ്, ഡെപ്യൂട്ടി മാനേജർ. ഔ രണ്ടാലൊരാൾ കേട്ടോ. അവിടെ ഔന്ന് വേണം. രണ്ടാലൊരാൾ എന്നാണെങ്കിൽ ഔന്ന് വരും. രണ്ടാളും ഉണ്ടാവും ചിലപ്പോ. രണ്ടാളും വിതരണം ചെയ്തു. അപ്പൊ ഏതാ വരിക? വാവ് കൊടുക്കാം അവിടെ. രണ്ടാലൊരാളാണെങ്കിൽ ഔന്ന് കൊടുക്കാം, രണ്ടാളും. അപ്പൊ രണ്ടുപേരും ജവായിസ ദറജത്തുൽ ഊല, ഒന്നാം സ്ഥാനക്കാരുടെ സമ്മാനങ്ങൾ. ഫഖത്ത്. പിന്നെന്താ വരിക? അസാനിയത്ത, ഒന്നാം സ്ഥാനക്കാരെ മാത്രമേ കൊടുത്തുള്ളൂ. പിന്നെന്താ വരിക? അസാനിയത്ത. ഏതൊഴികെ ഇത് വരും. ലസാനിയത്ത രണ്ടാമത് കൊടുത്തില്ല, ഒന്നാം സ്ഥാനക്കാർക്കുള്ളതാ കൊടുത്തത്. ലസാനിയത്ത രണ്ടാം സ്ഥാനക്കാരത് കൊടുത്തില്ല. ഒന്നാമത്തെ ആളുകൾക്ക് കൊടുത്തു, ഒന്നാം റാങ്കാർക്ക് കൊടുത്തു. ലാ അദ്രി ഹാദിഹി ജവായിസുൽ അദബി ജവായിസുൽ റിയാദ.
ഇത് ആർട്സ് സമ്മാനമാണോ സ്പോർട്സുമായി ബന്ധപ്പെട്ട സമ്മാനമാണോ എനിക്കറിയില്ല. അതിലേത് വരും? രണ്ടാലൊന്ന്. ഇതാണോ അതാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ജവായിസുരിയാവ. ക്ലിയർ അല്ലേ? നോക്കാം, ഇതുകൂടി പറയാം. വെള്ളം കൊടുക്കാൻ ബാബു തൗക്കീദ്. തൗക്കീദുമായി ബന്ധപ്പെട്ട ബാബാണ്. തൗക്കീദുമായി ബന്ധപ്പെട്ട ബാബ. ഹലോ ഇസ്ലാം, രക്ഷിതാവ് വരും. ഉണ്ടാവില്ല, നാളെ തിരക്കാം. ചെന്നൈ രക്ഷിതാവേ ഇവിടെ പരിപാടി ഉണ്ട്. ആളാ നോക്കട്ടെ, പറ്റുകയാണെങ്കിൽ വരാം. ഞാൻ നോക്കാം, ഞാൻ വിളിക്കാം. ഞാൻ ഇപ്പോൾ ഒരു ക്ലാസ്സിലാണ്, വിളിക്കാം. ഞാൻ വരാം. എൻ്റെ വീട്ടിലേക്കൊന്ന് വിളിച്ചടാ. എൻ്റെ അമ്മ വിളിച്ചിരുന്നു. അപ്പൊ തൗക്കീദിനെ കുറിച്ച് പറയാം. തൗക്കീദ് എന്നും വായിക്കും, തൗക്കീദ് എന്നും വായിക്കും. ഉദാഹരണം പറഞ്ഞുതരാം. ജാഅനി സൈദുൻ നഫ്സുഹു. അവിടെ കണ്ടോ, ജാഅനി എൻ്റെ അടുക്കൽ വന്നു, സൈദുൻ സൈദ് വന്നു, നഫ്സുഹു അവൻ തന്നെ. അപ്പൊ അവിടെ നഫ്സു സൈദ് തന്നെ വന്നു. നമ്മള് ചില സമയത്ത് അങ്ങനെ തേക്കീതാക്കി പറയേണ്ടി വരും. ഇത് വന്നില്ല എന്ന് പറയുമ്പോൾ അല്ല സൈദ് തന്നെയാണ് വന്നെന്ന് പറയേണ്ടി വരും. അപ്പം ജാഅനി സൈദുൻ നഫ്സു. കണ്ടോ, സൈദു എന്നുള്ളത് റഫാണ്, നഫ്സു ഇഹു എന്നുള്ളത് മുളാഫിലേഹി ലമീറാട്ടാ. നഫ്സു എന്നുള്ളതിന് റഫ് കൊടുത്തു. അതുപോലെ ജാഅനി സൈദുൻ ഐനുഹു, അതും അങ്ങനെ തന്നെ പറയാം. ഐനുഹു സൈദ് തന്നെ എൻ്റെ അടുക്കലും വന്നു. ജാഅൽ ഖൗമു കുല്ലുഹും. ഉണ്ടോ, ജാഅൽ ഖൗമു സമുദായം, ഒരു സമൂഹം വന്നു, കുല്ലുഹും എല്ലാവരും വന്നു. അപ്പൊ അതിന് കുല്ലു എന്ന് ഉപയോഗിച്ചു. അപ്പൊ ഇങ്ങനെയുള്ള പദങ്ങൾ 4 പദങ്ങളാണുള്ളത് തൗക്കീദാക്കാൻ. ഒന്ന് നഫ്സുഹു എന്നുള്ളതും, മറ്റൊന്ന് ഐനുഹു എന്നുള്ളതും, മറ്റൊന്ന് കുല്ലുഹു എന്നുള്ളതും, അജ്മഉ എന്നുള്ളതും. ഇത് തൗക്കീദാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക, ശക്തി കൂട്ടി പറയാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. അത് തൗക്കീദാക്കണമെങ്കിൽ അത് മഅരിഫകളെ മാത്രമേ തൗക്കീദാക്കുള്ളൂ, നെക്കിറയെ തൗക്കീദാക്കൂല. നെക്കിറ ഏതോ ഒരാൾ വന്നു എന്നുള്ളത് തൗക്കീദാക്കി പറയേണ്ട കാര്യമില്ലല്ലോ. സെയ്ദ് വന്നു എന്ന് പറയുമ്പോൾ, സെയ്ദ് വന്നില്ല എന്ന് പറയുമ്പോൾ അതിനെ നിരാകരിക്കുമ്പോൾ ആണ് അത് ശക്തി കൂട്ടിയിട്ട് തൗക്കീദാക്കി പറയേണ്ടി വരിക. ജാഅനി സൈദുൻ നഫ്സുഹു യഈനുഹു, റഅയ്തു സൈദൻ നഫ്സഹു, ഞാൻ സൈദിനെ തന്നെയാണ് കണ്ടത്. മറർതു ബി സൈദിൻ നഫ്സിഹി, ഞാൻ സൈദിന്റെ അരികിലൂടെ തന്നെയാണ് എന്ത് ചെയ്തത്, നടന്നു പോയത്. സൈദിന്റെ അരികിലൂടെ തന്നെ പോയി. അപ്പോൾ നീ വേറെ ആരോ അരികിലൂടെ നീ പോയത് എന്ന് കാണിക്കാൻ പറയുമ്പോൾ അത് നിരാകരിക്കാൻ വേണ്ടിയിട്ട് പറയാണ് മറർതു ബി സൈദിൻ നഫ്സിഹി.
അപ്പം ഇവിടെ ഇത്തരം 4 പദങ്ങൾ നഫ്സുഹു, ഐനുഹു, കുല്ലുഹു, അജ്മഉ ഇതൊക്കെ തൗക്കീദാക്കാൻ വേണ്ടിയിട്ടാണ് വരിക. നോക്കാം, ക്ലിയർ അല്ലേ? അത് പ്രത്യേകമാകും ബിൽ മആരിഫി, മഅരിഫകളോട് പ്രത്യേകം, പ്രോപ്പർ നൗണുകളോട്, പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങളോട്, ദൂനൽ നെക്കിറാത്തി, നെക്കിറകളെ കൂടാതെ, കോമൺ നൗണുകളെ കൂടാതെ, പ്രോപ്പർ ആയിട്ടുള്ള നൗണുകളോടെ അത് പ്രത്യേകമാവുള്ളൂ. എന്തിനോട് പ്രത്യേകമാവൂല? നെക്കിറയോട് പ്രത്യേകമാവൂല. എന്താ കാരണം? എന്താ അങ്ങനെ പറയാൻ കാരണം? നെക്കിറയിൽ വരില്ല പറയാൻ കാരണം യന്ന അൽഫാലഹു, തൗക്കീദിന്റെ ലഫ്ളുകൾ മഅരിഫകളാണ്. അപ്പോൾ മഅരിഫുകളെ കൊണ്ടേ പ്രത്യേകമാവുള്ളൂ. വലാ തജ്രി അല നെക്കിറാത്തി, നെക്കിറിന്റെ മേൽ അത് വരൂല. നെക്കിറകളുടെ കോമൺ ആയിട്ടുള്ള ആളുകളുടെ മേൽ അത് വരൂല, കോമൺ നൗണുകളുടെ മേൽ വരൂല. പ്രോപ്പർ നൗണുകളുടെ, ഒരു നിശ്ചിത ഒരാളുടെ, ഒരറിയപ്പെട്ട ഒരാളുടെ വിഷയങ്ങളിലാണ് എന്ത് ചെയ്യുക, അത് വരിക. അപ്പോൾ അത് നെക്കിറയോട് പ്രത്യേകമാവൂല, മഅരിഫുകളെ കൊണ്ട് പ്രത്യേകമാവും. വൽഫാദുഹു, അതിൻ്റെ ലഫ്ളുകൾ അർബഅത്തുൻ, 4 എണ്ണമാണ്. ലഫ്ളുകൾ എത്രണ്ണാണ്? 4 എണ്ണമാണ്. ഏതൊക്കെയാണ്? നഫ്സുഹു, വഐനുഹു, വകുല്ലുഹു, വഅജ്മഉ. തഖൂലു, നീ പറയും, ജാഅനി സൈദുൻ നഫ്സുഹു, വജാഅനി സൈദുൻ ഐനുഹു, വജാഅൽ ഖൗമു കുല്ലുഹും. അവിടെ കുല്ലു എന്നുള്ളത് ബഹുവചനം ആയതുകൊണ്ടാണ് കുല്ലു ഉപയോഗിച്ചത്. ഏകവചനത്തിനൊക്കെ നഫ്സ്, ഐൻ എന്ന് ഉപയോഗിക്കുക. ഇനിയോ അജ്മഉ എന്നുള്ളതിന് നോക്കൂ നിങ്ങൾ. അല്ലാഹു തആല പറഞ്ഞു, ഫസജദൽ മലായികത്തു കുല്ലുഹും അജ്മഊൻ. അവിടെ കുല്ലു എന്ന് ഉപയോഗിച്ചു, അജ്മഉ എന്നുള്ളത് ഉപയോഗിച്ചു. 2 തൗക്കീദ. മുഴുവൻ മലക്കുകളും ഇല്ല ഇബ്ലീസ്, ഇബ്ലീസ് ഒഴികെ മുഴുവൻ മലക്കുകൾ, എല്ലാ മലക്കുകളും ആദം നബിക്ക് ആദരവിന്റെ സുജൂദ് നിർവഹിച്ചു. അപ്പോ അവിടെ കുല്ല് എന്നും അജ്മഊൻ എന്നും ഇട്ട് തൗക്കീദാക്കി പറഞ്ഞു. വലാ യജൂസു, അനുവദനീയമല്ല, അൻ തുഅക്കിദ നെക്കിറത്ത, നെക്കിറയെ തൗക്കീദാക്കൽ എന്തല്ല? അനുവദനീയല്ല. നെക്കിറയെ പറ്റൂല. നിങ്ങളിപ്പോൾ നെക്കിറ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരാളല്ലേ? ഏതെങ്കിലും ഒരാൾ വന്നു, തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരാൾ വന്നു, അങ്ങനെ പറയുമ്പോൾ ഒരു മീനിങ് ഇല്ലല്ലോ. വലാത്ത കൂലപ്പോൾ നീ പറയൂല, പറയാൻ പാടില്ല. ജാഅനി റജുലുൻ നഫ്സുഹു എന്ന് പറയാൻ പാടില്ല. ഏതോ ഒരു മനുഷ്യൻ തന്നെ വന്നു, അതിനൊരു മീനിങ് ഇല്ല. അവിടെ ഒരാൾ നിശ്ചിതമായ ഒരാൾ വന്നു എന്ന് പറയുമ്പോഴാണ് അതിനെ നിഷേധിക്കുക മറ്റുള്ളവർ. അത് നിഷേധിക്കുമ്പോഴാണ് അതൊരു മീനിങ് വരുള്ളൂ. അവൻ തന്നെ വന്നു എന്ന് പറയുമ്പോൾ ഏതോ ഒരാൾ വന്നു, ഒരാൾ വന്നോട്ടെ, അതിനിപ്പോൾ എന്താ? അവിടെ നിരാകരിക്കൂല, തയ്ക്ക് ഇതിലൊരു അർത്ഥമല്ല. കമാദക്കറിനാവും, നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ നിക്കറയിൽ വരില്ലാന്ന് തൊട്ട് മേലെ പറഞ്ഞല്ലോ, വലാ തജ്രി അല നിക്കറ. അതുപോലെ ഇത് പറയാൻ പറ്റില്ല. ക്ലിയർ ആണോ? والتأكيد يختص بالمعارف دون النكرات لأن ألفاظه معارف ولا تجري على النكرات وألفاظه 4: نفسه وعينه وكله وأجمع. تقول جاءني زيد نفسه، جاءني زيد عينه، وجاء القوم كلهم. قال الله تعالى فسجد الملائكة كلهم أجمعون إلا إبليس. ولا يجوز أن تؤكد النكرة ولا تقول جاءني رجل نفسه كما ذكرناه. എന്താണ് തഅക്കീദ്? അത്തഅക്കീദു യഖ്തസ്സു ബിൽ മആരിഫ്, മഅരിഫുകളെ കൊണ്ട് പ്രത്യേകമാണ്. ലിമ, എന്താണ് ഇതിന് കാരണം? എന്താ കാരണം?
എന്തായിരിക്കും കാരണം? മഅരിഫകളെ കൊണ്ടാണ് അത് പ്രത്യേകമായത്. അതിനെന്താണ് കാരണം? മുകളിൽ എന്താ കാരണം പറഞ്ഞു? അന്ന അൽഫാലഹു മഅരിഫു. അതിന്റെ ലഫ്ദുകൾ എന്താണ്? മഅരിഫകളാണ്. മഅരിഫകൾ എന്താവൂല? നിക്കറിന്റെ മേൽ സംഭവിക്കൂല, വരൂല. അതുകൊണ്ടാണ് വരാത്തത്. മനസ്സിലായോ? പിന്നെ നഫ്സുഹു എന്ന് പറഞ്ഞാലും ഐനുഹു എന്ന് പറഞ്ഞാലും കുല്ലുഹു എന്ന് പറഞ്ഞാലും മജ്മു എന്നൊക്കെ പറഞ്ഞ ഈ പറയപ്പെട്ട 4 ലഫ്ദുകളും മഅരിഫയാണ്. മഅരിഫ എങ്ങനെ നിക്കറിന്റെ മേൽ വരിക? അതുകൊണ്ടാണ് മഅരിഫ കൊണ്ട് പ്രത്യേകമാവും എന്ന് പറഞ്ഞത്. ഇതിന്റെ ലഫ്ദ് അതിന് വരുന്ന തൗക്കീദാക്കുന്നതിന് വേണ്ടി വരുന്ന പദങ്ങളും മഅരിഫകളും. രണ്ടാമത്തെ മാഹിയ അൽഫാദു തൗക്കീദ്. തൗക്കീദിന്റെ ലഫ്ദുകൾ ഏതൊക്കെയാ? നഫ്സുഹു വഅയ്നുഹു വകുല്ലുഹു വഅജ്മഉ. ഈ 4: നഫ്സ്, ഐന്, കുല്ല്, അജ്മ. ക്ലിയർ അല്ലേ? നോട്ട് ചെയ്തില്ലേ? വിഷയങ്ങളൊക്കെ അല്ലേ? ഇനി ഇതിൻ്റെ ഒരു നോക്കണേ. ഇതില് ഇപ്പൊ ഇവിടെ ജാഅനി സൈദുൻ എന്നുള്ളത്, ഇതിനെ സൈദിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? തൗക്കീദാക്കുന്നത്. നഫ്സുഹു എന്നുള്ളത് അത് ഏതുപയോഗിച്ചാണ് തൗക്കീദാക്കുന്നത് എന്നാണ്. നഫ്സുഹു എന്നുള്ളത് അതിനെ മുഅക്കദ് ബിഹി എന്ന് പറയാം. മുഅക്കദ് ബിഹി. മുഅക്കദ് എന്ന് പറഞ്ഞാൽ നമ്മൾ തൗക്കീദാക്കിയ ഇസ്മ ആദ്യത്തത്. മുഅക്കദ് ബിഹി എന്ന് പറഞ്ഞാൽ രണ്ടാമത്തത്. അപ്പൊ സൈദ് എന്നുള്ളത് മുഅക്കദാണ്, നമ്മൾ തൗക്കീദാക്കിയ ഇസ്മാണ്. നഫ്സു എന്നുള്ളതോ അത് മുഅക്കദ് ബിഹിയാണ്. മുഅക്കദും മുഅക്കദ് ബിഹി. അപ്പൊ ഇത് അത് കണ്ടുപിടിക്കാനാണ്. ഖറജത്തുല്ലാബ്, കുട്ടികൾ പുറത്തുപോയി. ജമീഉഹും, എല്ലാവരും. ഫീ റിഹ്ലത്തിൻ, ഒരു യാത്രയിൽ. അതിലെവിടെയാ മുഅക്കദും മുഅക്കദ് ബിഹിയും പറയാൻ പറ്റുമോ? അജ്മഅ എന്നുള്ളതിന്റെ മറ്റൊരു പ്രയോഗം കേട്ടോ, ജമീഅ എന്നുള്ളത്. അതും വരും. ഖറജത്തുല്ലാബു ജമീഉഹും. അതിൽ മുഅക്കദ് ഏതാണ്? മുഅക്കദ് ബിഹി ഏതാണ്? പറഞ്ഞോളെ. മുഅക്കദ്. ജമീഉഹും. യെസ്. അടുത്ത് നോക്കണേ. ഫദഹബ മഅഹും, അവരുടെ കൂടെ പോയി. മുദീറുൽ മദ്രസ, മദ്രസയുടെ സ്കൂൾ മാനേജർ. നഫ്സുഹു, മാനേജർ തന്നെ പോയി. അപ്പൊ അതിൽ മുഅക്കദ് മുഅക്കദ് ബിഹി ഏതാണ്? മുദീറു എന്നുള്ളത്, മുദീറുൽ മദ്രസത്തിലെ മുദീറു എന്നുള്ളത് മുഅക്കദ്. മുഅക്കദ് ബിഹി. നഫ്സു എന്നുള്ളത് മുഅക്കദ് ബിഹി. ഓക്കെ. ഫശാറകഹും ഫിർ റിഹ്ലത്തി കുല്ലിഹാ. കണ്ടോ, ഇവിടെ റിഹ്ലത്തി എന്നായപ്പോ പിന്നെ മുഅക്കദ് ബിഹിക്ക് പറഞ്ഞ ലഫ്ദിൽ കുല്ലി എന്നായി. മറ്റോടത്ത് നമ്മൾ എന്താ പറഞ്ഞത്? തുല്ലാബു ജമീഉ. കണ്ടോ, മുദീറു നഫ്സു. കണ്ടോ, മുദീറുൽ മദ്രസത്തി അവിടെ റഫായതുകൊണ്ട് ഇവിടെയും നഫ്സു എന്നുള്ളതിന്റെ റഫ് കൊടുത്തു. ഇവിടെ ഫിർ റിഹ്ലത്തി എന്നുള്ളത് ജറായതുകൊണ്ട് കുല്ലിഹ. ഫിർ റിഹ്ലത്തി അർരിഹ്ലത്തി എന്നുള്ളത് മുഅക്കദ്, കുല്ലിഹ. യാത്ര മുഴുവൻ അദ്ദേഹം ഇവരോട് പങ്കുചേർന്നു. യാത്ര മുഴുവൻ പങ്കുചേർന്നു. ഫസിർന, ഞങ്ങൾ യാത്ര പോയി. മിൻ ഡൽഹി, ഡൽഹിയിൽ നിന്ന്. ഇലാ താജ്മഹൽ നഫ്സി, താജ്മഹലിലേക്ക് തന്നെ പോയാണ്. താജ്മഹൽ ഇലാ താജ്മഹൽ നഫ്സിഹി. താജ്മഹൽ എന്നുള്ളത് പിന്നെ ഒരു പേരായതുകൊണ്ട് അതേപോലെ താജ്മഹൽ എന്ന് പറഞ്ഞതാണ്. അത് ഇലാ എന്നുള്ളതിന് മജ്റൂറാണല്ലോ പേര്. അപ്പൊ നഫ്സി, അതിലേക്ക് തന്നെ പോയി. ഖളൈന, ഞങ്ങൾ ചെലവഴിച്ചു. അൽ വഖ്ത കുല്ലഹു ഫി ഫറഹൻ, സന്തോഷത്തോടെ ഞങ്ങൾ സമയം മുഴുവൻ ചെലവഴിച്ചു. അൽ വഖ്ത കുല്ലഹു ഉണ്ടാവും. അവിടെ കുല്ല എന്നുള്ളതിന് എന്ത് കൊടുത്തു? ഖളൈന അൽ വഖ്ത കുല്ലഹു ഫി ഫറഹിൻ.
ഇതിൽ തെറ്റ് തിരുത്താനാണ്. കാന റജുലുൻ നഫ്സുഹു, അങ്ങനെ പറയോ? കാന റജുലുൻ നഫ്സുഹു, റജുലു എന്നുള്ളത് നെക്കിറയാണോ മാരിഫാണോ? നക്കീര. നെക്കിറക്ക് തേക്കിയതാക്കോ? ഇല്ല. അപ്പം അത് തെറ്റ്, അവിടെ മാറ്റണം. കാന റജുലു എന്ന് മാത്രം മതി, തേക്കിയതാക്കാൻ പറ്റൂല. ഇൻദന്നാസി ജമീഇഹി, അതിലെന്താ തെറ്റുണ്ടോ? ഇൻദന്നാസി ജമീഇഹി ഉണ്ടോ? ജമീഇഹി, അന്നാസ് എന്നുള്ളത് ബഹുവചനാണ്. അപ്പോ ജമീഇഹി എന്ന് പറഞ്ഞാൽ മതിയോ? അല്ല, ഇൻദന്നാസ് ജമീഇഹിം എന്ന് പറയണം. കുല്ലന്നെ വേണമെന്നൊന്നുമില്ല. ജമീഇഹിം, നാസ് ബഹുവചനാണല്ലോ, ജനങ്ങൾ എന്നല്ല. അപ്പൊ ഹി എന്നുള്ള ഏകവചനം പറ്റൂല, ഹിം എന്നാക്കണം. അതാണ് അവിടെ. കുല്ലിഹിം എന്ന് പറഞ്ഞാൽ ശരി തന്നെയാണ്. മറ്റോടത്ത് അങ്ങനെ പോയിട്ട് ഖറജ ഹുവ, നഫ്സുഹ, ഹുവ എന്നാണ്. ഹുവ നഫ്സുഹ പറ്റുമോ? ഹുവ മുദക്കറാണല്ലോ, അപ്പൊ നഫ്സുഹ എന്ന് പറയാൻ പറ്റുമോ? സുഹു അത് പുല്ലിംഗാണല്ലോ. ഹ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്കല്ല ഉപയോഗിക്കുക. യുനാദി അലന്നാസി കുല്ലിഹ, ശരിയാവോ? കുല്ലിഹ എന്ന് പറഞ്ഞാൽ മതിയോ? കുല്ലിഹിം, യെസ്, കുല്ലിഹിം. ബൈത്തി യഹ്തരികു ലാകിൻ ലം യൽതഫിത് ഇലൈഹി അഹദുൻ ഫഹ്തറകൽ ബൈതു കുല്ലുഹ, വീട് മുഴുവൻ കത്തി. കുല്ലുഹ, ബൈത്ത് എന്നുള്ളത് പുല്ലിംഗാണ്. കുല്ലുഹു, യെസ്. ഇതുകൂടി പറയാം. ഇറാബ് അൽ ഉഖലാഉ കുല്ലുഹും യക്റഹൂന ശിഖാഖ, ബുദ്ധിമാന്മാരെല്ലാവരും ഈ തർക്കത്തെ വെറുക്കുന്നു. ബുദ്ധിമാന്മാരെല്ലാവരും തർക്കത്തിനെ വെറുക്കുന്നു. വൽ ഉഖലാഉ മുബ്തദാണ്. അൽ ഉഖലാഉ മുബ്തദ, റഫ്അൻ. കുല്ലു തൗക്കീദ്, കുല്ലുഹും. യക്റഹൂന ഫീൽ മുദാരി, അല്ലേ? അതതിൻ്റെ ഖബറാണ്. അഷിഖാക്ക എന്നുള്ളത് യക്റഹൂന എന്നതിന് മഫ്ഊൽ. അത് ഇസ്മിയായ ജുംലയാണ്. അൽ ഉഖലാഉ എന്നുള്ള ഇസ്മിയായ ജുംല കൊണ്ട് തുടങ്ങിയതാണ്. ഷിഖാക്ക് എന്ന് പറഞ്ഞാൽ തർക്കം, തല്ല്, കച്ചറ എന്നൊക്കെ പറയാം. ബുദ്ധിയുള്ള ആരും കച്ചറക്ക് നിൽക്കൂല, കച്ചറയെ ഇഷ്ടപ്പെടൂല, കച്ചറയെ വെറുക്കും. റക്കിബിന ഞങ്ങൾ കയറി, അസ്സൗറഖ ബോട്ടിൽ, ഐനഹു ബോട്ട് തന്നെ കയറി, ബോട്ടിലെല്ലാവരും ഞങ്ങളെല്ലാവരും കയറി. അപ്പോൾ സൗറക്ക മഫൂലാണ്, റക്കീബിന എന്നുള്ളതിന് മഫൂലാണ്. ഐനഹു എന്നുള്ളത് അതിനെ തേക്കീതാക്കിയിട്ട് കൊടുത്തു. ഗരിഖൽ മുസാഫിറൂന യാത്രക്കാർ മുങ്ങി, ജമീഉഹും ഫിന്നഹരി എല്ലാവരും കടലിൽ മുങ്ങി, പുഴയിൽ മുങ്ങി. ഗരിഖ ഫീൽ മാളി, അൽ മുസാഫിറൂന എന്തായിരിക്കും? മുസാഫിറൂന ഫായിൽ, ജമീഉഹും അതതിന്റെ തേക്കീത്. ഫിന്നഹരി ഫി ഹർഫുൻ ജാർ, അന്നഹരി മജ്റൂർ. ഓക്കേ, ക്ലിയർ അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ ഇവിടെ. ബാക്കി അടുത്ത ദിവസം പറയാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നോക്കി പറയും.